അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 226 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാജാക്കന്മാർക്കുള്ള കത്തുകൾ ഭാഗം 2 ആണ് ഇന്ന് പറയാനുള്ളത്. ഈജിപ്തിലെ മുഖൗക്കിസ് രാജാവിനുള്ള കത്തിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈജിപ്തിലെയും അലക്സാണ്ട്രിയയിലെയും രാജാവായ മുഖൗക്കിസ് എന്ന നാമത്തിലറിയപ്പെടുന്ന ജുറൈജ് ബിനു മത്തായിക്ക് എഴുതിയ കത്താണ് ഇന്ന് പറയാനുള്ളത്. കത്തിൻ്റെ രൂപം ഇങ്ങനെയാണ്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമായ മുഹമ്മദിൽ നിന്ന് കോപ്റ്റിക് രാജാവായ മുഖൗക്കിസിന് സന്മാർഗം പ്രാപിച്ചവർക്ക് സമാധാനം. താങ്കളെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക, എന്നാൽ രക്ഷപ്പെട്ടു. ഇരട്ടി പ്രതിഫലം അള്ളാഹു താങ്കൾക്ക് നൽകുകയും ചെയ്യും. പിന്തിരിയുന്ന പക്ഷം കോപ്റ്റിക്കുകളുടെയും പാപം കൂടി താങ്കൾ ചുമക്കേണ്ടി വരും. ഓ വേദവിശ്വാസികളെ, ഞങ്ങളും നിങ്ങളും ഒരുപോലെ അംഗീകരിക്കേണ്ട പ്രമാണത്തിലേക്ക് വരുവിൻ. സൂറത്തു ആൽ ഇമ്രാനിലെ 64-ാമത്തെ വചനം ഉദ്ധരിച്ചു. ആ വചനം ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ പ്രവാചകരെ പറയുക, ഓ വേദവിശ്വാസികളെ, ഞങ്ങളും നിങ്ങളും ഒരുപോലെ അംഗീകരിക്കേണ്ട പ്രമാണത്തിലേക്ക് വരുവിൻ. അതായത്, അള്ളാഹു അല്ലാത്ത ആർക്കും നാം ഇബാദത്ത് ചെയ്യാതിരിക്കുക, ആരെയും അവൻ്റെ പങ്കാളികളാക്കാതിരിക്കുക. നാം ചിലരെ അള്ളാഹുവെ കൂടാതെയുള്ള റബ്ബുകളായി വരിക്കാതിരിക്കുക. ഈ സന്ദേശം സ്വീകരിക്കാതെ അവർ പിന്തിരിയുന്നുവെങ്കിൽ അവരോട് തുറന്നു പറയുവിൻ, ഞങ്ങൾ മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ മാത്രം അടിമത്വവും അനുസരണയും സ്വീകരിക്കുന്നവർ ആണെന്നതിന് നിങ്ങൾ സാക്ഷികളായിരിക്കുന്നു. അങ്ങനെ തിരുമേനിയുടെ ഈ കത്ത് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അത്തിബ് ബിൻ അബീ ബൽത റളിയല്ലാഹു അൻഹു പറഞ്ഞു: താങ്കൾക്ക് മുമ്പ് താനാണ് സമുന്നതനായ ദൈവം എന്ന് വാദിച്ചിരുന്ന ഒരാളെ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും ശിക്ഷിക്കാനായി പിടികൂടി. അതിനാൽ താങ്കൾ അതിൽ നിന്നും ഗുണപാഠം സ്വീകരിക്കുക. താങ്കൾ മറ്റുള്ളവർക്ക് പാഠമേകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവരുത്. മുഖൗക്കിസ് പറഞ്ഞു: ഇപ്പോഴുള്ള മതം ഇതിനേക്കാൾ മെച്ചപ്പെട്ടതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ കൈയൊഴിക്കുകയില്ല. അത്തിബ് പറഞ്ഞു: ഏതു നഷ്ടങ്ങൾക്കും പകരം നിൽക്കുന്ന ഇസ്ലാം മതത്തിലേക്കാണ് ഞങ്ങൾ താങ്കളെ ക്ഷണിക്കുന്നത്. ഈ പ്രവാചകൻ ജനങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചു. ഖുറൈശികൾക്കും ജൂതരും ഇതിൻ്റെ ബദ്ധശത്രുക്കളായി. പക്ഷേ ക്രൈസ്തവർ അവരെക്കാൾ അദ്ദേഹത്തോടും അടുത്തു നിന്നു. ഞാൻ പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈസാ അലൈഹിസ്സലാം സുവിശേഷം അറിയിച്ചതുപോലെ തന്നെ ആയിരുന്നു ഈസയെക്കുറിച്ച് മോശയും സുവിശേഷം അറിയിച്ചിരുന്നത്. താങ്കൾ തോറയുടെ അനുയായികളെ ഇഞ്ചീലിലേക്ക് ക്ഷണിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ താങ്കളെ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നതും. താങ്കൾ ഇപ്പോൾ ഈ പ്രവാചകന്റെ മുഖമാണ്. അതിനാൽ താങ്കൾ ഇദ്ദേഹത്തെ പിൻപറ്റാൻ ബാധ്യസ്ഥനാണ്. ഞങ്ങൾ താങ്കളെ ഈസാ നബിയുടെ മതത്തിൽ നിന്ന് തടയുകയല്ല ചെയ്യുന്നത്, പ്രത്യുത അതനുസരിക്കാൻ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുഖൗക്കിസ് മറുപടി പറഞ്ഞു: ഞാൻ ഈ പ്രവാചകനെ പറ്റി ചിന്തിച്ചപ്പോൾ അദ്ദേഹം വർജിക്കേണ്ട കാര്യങ്ങളൊന്നും കൽപ്പിക്കുന്നില്ലെന്നും ആവശ്യ കാര്യങ്ങളൊന്നും നിരോധിക്കുന്നില്ലെന്നും മനസ്സിലായി. വഴിപിഴച്ച മാന്ത്രികനോ കളവ് പറയുന്ന ജ്യോത്സ്യനോ ആണെന്ന് തോന്നുന്നില്ല. നിഗൂഢമായത് സംസാരിക്കുക, അദൃശ്യങ്ങൾ അറിയിക്കുക തുടങ്ങിയ പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. അതിനാൽ ഞാൻ നോക്കട്ടെ. തുടർന്ന് അദ്ദേഹം പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് ഭദ്രമായിട്ട് പെട്ടിയിലടച്ച് മുദ്രവെച്ച് സൂക്ഷിക്കുകയാണ്. എന്നിട്ട് അറബിയിൽ ഒരു മറുപടി തയ്യാറാക്കി: പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ കോപ്റ്റിക് നേതാവായ മുഖൗക്കിസിൽ നിന്ന് അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിന് താങ്കൾക്ക് സമാധാനം. ഞാൻ താങ്കളുടെ കത്ത് വായിച്ചു. താങ്കൾ പറഞ്ഞതും ക്ഷണിക്കുന്നതും എനിക്ക് മനസ്സിലായി. ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന വിവരം ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം ഷാമിലാണ് പ്രത്യക്ഷപ്പെടുക എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. താങ്കളുടെ ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുന്നു. കോപ്റ്റിക്കുകൾക്കിടയിൽ സ്ഥാനമുള്ള 2 അടിമബാലികമാരെയും ഏതാനും വസ്ത്രങ്ങളും യാത്ര ചെയ്യാൻ ഒരു കോവർ കഴുതയും എൻ്റെ സമ്മാനമായി ഞാൻ താങ്കൾക്ക് അയക്കുന്നു. താങ്കൾക്ക് സമാധാനം വർഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തും തിരിച്ചയക്കാണ്. പിന്നീട് ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അടിമ ബാലികമാരിൽ മാരിയത്ത് അൽ കിപ്തിയ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും സീറിനെ ഹസാൻ ബിൻ ദാബിത്തിന് നൽകുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാരിയ അൽ കിപ്തിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയും അതിലാണ് ഇബ്രാഹിം എന്ന പുത്രൻ ജനിക്കുന്നത്.
ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ പറയാം. ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.